സത്യദൈവത്തെ വിട്ടുമാറി പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ജനത്തെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു: തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ടും മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതുവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു മുറിവിലുള്ള പഴുപ്പ് പുറത്ത് കളഞ്ഞ് മരുന്ന് വെച്ചാൽ മാത്രമേ മുറിവ് സൗഖ്യമാകുകയുള്ളൂ. ഇതുപോലെ നമ്മിൽ ആധിപത്യം പുലർത്തി വരുന്ന പാപങ്ങളെ വചന വെളിച്ചത്തിൽ കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണവും നീതീകരണവും നാം ഓരോരുത്തരും വ്യക്തിപരമായി പ്രാപിക്കേണ്ടതുണ്ട്. എന്നാൽ ദൈവവചനം ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടവർ അവ സത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയോ അതുവഴി പാപബോധം ജനത്തിനുണ്ടാകുകയോ ചെയ്യുന്നില്ല. ദൈവം അവരുടെ മേലാക്കി വെച്ചിരുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും മൂപ്പന്മാരും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രം പ്രയത്നിക്കുന്നതായി കാണുന്നു. ദൈവവചനം കൃത്യമായി യിരെമ്യാവിൽ ഇങ്ങനെ ഇടപെടുന്നു: അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാവുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞു എൻ്റെ ജനത്തിന്, എൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇതാണ് മതങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അത്യാപത്ത്. മതങ്ങൾക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രധാനം. ജനത്തിൻ്റെ ആത്യന്തിക രക്ഷ വിഷയമല്ലാതായിരിക്കുന്നു. ദൈവഹിതം എന്തെന്ന് അവർ വേണ്ടവണ്ണം അറിയുന്നില്ല. നാം ഓരോരുത്തരും ഈ വഞ്ചന തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ആരാണെന്ന് നമുക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഈ അപകടത്തിൽ നാം അകപ്പെട്ടിരിക്കുന്നത്. മതമല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്. യേശുക്രിസ്തുവിലൂടെ നാം ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തിയിരുന്ന സകല പാപവും യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ നാം വിശ്വസിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ധൈര്യത്തോടെ ഏത് സമയവും ദൈവത്തിൻ്റെ കൃപാസനത്തിന് മുൻപാകെ ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നു. ശാശ്വതമായ തികച്ചും വ്യക്തിപരമായ ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് ദൈവം കൃപ തോന്നി നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല. ദൈവം കൃപ തോന്നി യേശുക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് നൽകിയ പുതിയ നിയമ ഉടമ്പടിയുടെ ഫലമായി ലഭിച്ചതാണ് നമുക്ക് ഈ മഹൽഭാഗ്യം. ഏതൊരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും സകല സത്യത്തിലേക്കും അവരെ നിരന്തരം വഴി നടത്തുകയും ചെയ്യും. ക്രിസ്തുവിൽ വളരുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. തെറ്റായ ഉപദേശങ്ങൾക്ക് നമ്മൾ ഇനി ഒരിക്കലും കീഴ്പ്പെടേണ്ട കാര്യമില്ല. ഓരോ ഉപദേശങ്ങളെയും ദൈവവചന വെളിച്ചത്തിൽ പരിശോധിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സത്യത്തെ ധൈര്യപൂർവ്വം നാം പിന്തുടരുകയും വേണം. യേശു ക്രിസ്തുവാണ് ദൈവത്തിനും പുതിയ നിയമസഭയ്ക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്ന് നാം ആത്മീയമായി വളർന്ന് ദൈവാനുരൂപരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെ വൃഥാ സമാധാനിപ്പിച്ചുകൊണ്ട് നരകശിക്ഷാവിധിയിലേക്ക് തന്ത്രപൂർവ്വം വലിച്ചുകൊണ്ട് പോകുന്ന പൈശാചിക ഉപദേശങ്ങളെ നാം തള്ളിക്കളയണം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.